സോഷ്യൽ മീഡിയയിലെ എമ്പുരാൻ സിനിമയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും അതിന്റെ ശക്തമായ നിലയിൽ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അതിനെക്കുറിച്ച് ലൈവ് ചെയ്തിരുന്നു, ഞാനിതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കാത്തത്. അതിനെക്കുറിച്ചൊരു ലൈവ് ചെയ്തിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ബാക്കി വെച്ചിരുന്നു. ഒരുപാട് സമയം നീണ്ടു പോകുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് മുഷിപ്പുണ്ടാക്കുന്നുണ്ടും കുറച്ച് ബാക്കി വെച്ചിരുന്നു. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു തീർക്കാമെന്ന് വന്ന ഒരു ലൈവാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ അതുപോലെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉതകുന്ന രീതിയിൽ സത്യനന്ദിക്കാട് സാറിന്റെ സന്ദേശം പോലുള്ള സിനിമകൾ അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു അല്ലേ? ഒരു ദിവസമെങ്കിലും നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു ട്രോൾ വീഡിയോ എങ്കിലും കാണാതെ നമ്മൾ കടന്നുപോയിട്ടുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ശേഷം എന്തെങ്കിലും ഒരു ദിവസം ഈ സന്ദേശം സിനിമയിലെ ഒരു സീനെങ്കിലും ഒരു ട്രോൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ട്രോളായിട്ടെങ്കിലും നമ്മൾ കണ്ടുപോകുന്നുണ്ട് അല്ലേ? അതൊക്കെ അതിൻ്റെ ആയിട്ടുള്ളൊരു ഹ്യൂമർ സെൻസാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. അല്ലാതെ ആ സിനിമയ്ക്കകത്ത് അന്നത്തെ ഭരണപക്ഷിയായിട്ടുള്ള കോൺഗ്രസിനെയും പ്രതിപക്ഷമായിട്ടുള്ള CPM-നെയും ഇടതുപക്ഷ പാർട്ടികളെയും അങ്ങനെ പലതിനെയും പല രാഷ്ട്രീയ പാർട്ടികളെയും നല്ല രീതിയിൽ തമാശ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ്, അതുപോലെ നമ്മുടെ മുരളി ഗോപി എഴുതിയ സിനിമ തന്നെ RSSന്റെ ശാഖ തന്നെ നേരിട്ട് കാണിച്ചിട്ടുള്ള സിനിമകൾ, അതുപോലെ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള കുറേ സിനിമകളൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമകളാണ് പല സിനിമകളും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാരഡി മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിച്ചിട്ടുള്ളത്, ഹായ് അനിൽ ബ്രോ, മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിച്ചിട്ടുള്ള ആയിരുന്നറിയോ? കരുണാകരൻ, പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി, അങ്ങനെ കേരളത്തിലെ പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ അനുകരിച്ചും അവരെ ട്രോളിക്കൊണ്ടുമാണ് ഒരുപാട് വേദികൾ അവർ കൈയടി നേടിയിട്ടുള്ളത്. അതൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഹ്യൂമർ സെൻസിൽ അവരെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എമ്പുരാൻ സിനിമയിൽ തന്നെ എന്താ പറയുക, തിരുവാതിരക്കളയും പിണറായി വിജയനെ പോഴ്ത്തിപ്പാടുന്ന പാട്ടുകളും അതുപോലെ എന്താ പറയുക കാരണഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്ന രംഗങ്ങൾ എമ്പുരാൻ സിനിമയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ആ സിനിമ കാണാൻ പോയി, അതിൻ്റേതായിട്ടുള്ള ലാഭത്തോടെ അദ്ദേഹം കണ്ടിറങ്ങി വന്നു. കോൺഗ്രസിലെ നേതാക്കന്മാരെ കളിയാക്കിയിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കളിയാക്കിയിട്ടുണ്ട്. ഈ BJP-ക്കാർക്ക് അല്ലെങ്കിൽ RSSകാർക്ക് അല്ലെങ്കിൽ സംഘപരിവാറുകാർക്ക് മാത്രമാണ് ആ സിനിമയിലെ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് അതായത് ഭീതിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. ഭീതിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഞാൻ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നതല്ല. സമകാലിക വർത്തമാനകാല ഭാരതത്തിന്റെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറയണം. അതിനകത്ത് വന്നിട്ട് തെറി എഴുതാനോ തെറി പറയാനോ നിൽക്കരുത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണം. എന്നെ തെറി പറഞ്ഞാൽ ഞാൻ അതിന്റെ 100 തിരിച്ച് തെറി പറയും. കാരണം ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. ഈ മുഖത്തടി കിട്ടി ഈ മുഖം കാണിച്ചു കൊടുത്താൽ അത്രയ്ക്ക് മാത്രം വിശാല മനസ്സ് എനിക്കില്ല കേട്ടോ. എന്നെ തെറി പറഞ്ഞാൽ അതിന് 100 ഇരട്ടി ശക്തിയിൽ ഞാൻ തെറി പറയും. ഞാൻ ഇതിനകത്ത് ഒരാളെയും തെറി പറയുന്നില്ല, വ്യക്തിപരമായിട്ട് ഒരാളെയും ആക്ഷേപിക്കുന്നില്ല. ഞാൻ വർത്തമാനകാല ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വർത്തമാനകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളും വർത്തമാന ചില ചർച്ചകളും അതിനെ ഉദ്ധരിച്ചിട്ട് ചെയ്യുന്ന ഒരു ലൈവ് മാത്രമാണ്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞകാല സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സിനിമകളിൽ അറബി കഥ സിനിമയിൽ ഇടതുപക്ഷത്തെ ഒരുപാട് താഴ്ത്തിക്കെട്ടിയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ശ്രീനിവാസന്റെ കഥാപാത്രം വരുന്നില്ലേ. പല പാർട്ടിയിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP എന്ന പാർട്ടി മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ആ പാർട്ടിയിൽ തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പം നമ്മുടെ ജയേന്ദ്രനെ പോലുള്ള വിദേശകാര്യമന്ത്രിയുടെ വായിൽ നിന്നും ഇന്ന് വരെ ഒരു വർഗീയപരമായിട്ടോ മോശമായിട്ടോ എന്തിന് BJP നോമിനായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് ഉണ്ടോ? അതുപോലെ ഒരുപാട് മന്ത്രിമാര് ഈ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിസഭയിലുണ്ട് ഇല്ലേ, അവരുടെ ഭാഗത്തൊക്കെ ഒരു വാക്ക് വർഗീയപരമായിട്ടോ വേർതിരിക്കുന്ന രീതിയിൽ വാക്കുകളുണ്ട്. കാരണം വിദ്യാഭ്യാസം വിവരമുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടില് സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അവർക്ക് എപ്പോഴും ആ ഒരു ടോക്കിംഗ്, ആ ചർച്ച സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അവരുടെ നിലനിൽപ്പ് അതാണ്. ഇപ്പോൾ
BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായതപ്പോൾ 1982 അതിന് മുമ്പ് ജനസംഘമായിരുന്നു അല്ലെ. ഈ ജനസംഘം എന്ന പാർട്ടിക്ക് വർഗീയ നിലപാടുണ്ടായിരുന്നെങ്കിൽ പോലും ഇടതുപക്ഷം പോലും അവരെ സഹായിച്ചിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും ഒന്നിച്ചിട്ടാണ്, ജനതാ പാർട്ടി എല്ലാവരും ഒന്നിച്ച് മത്സരിച്ചിട്ട് അതിൽ വിദേശകാര്യ മന്ത്രിയോ എന്തോ ഒരു മന്ത്രിയായിരുന്ന ആളാണ് വാജ്പേയി അല്ലേ. അന്ന് എല്ലാവരും ഒന്നായിരുന്നു. പക്ഷെ അതിനുശേഷം BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി 1982 രൂപീകരിച്ച ശേഷം അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ, ഇവർക്ക് രാഷ്ട്രീയം, അതായത് വലതുപക്ഷ രാഷ്ട്രീയമാണ് അവരുടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ BJPന്റെ ആയിക്കോട്ടെ വലതുപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഈ രാഷ്ട്രീയത്തിന് മുന്നോട്ട് വെക്കാനുള്ള കാഴ്ചപ്പാടില്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് BJP എന്ത് ചെയ്തത്, ശ്രീരാമക്ഷേത്രം ബാബരി മസ്ജിദ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. 1985 ശേഷമാണ് അത് നമ്മുടെ നാട്ടിൽ രൂക്ഷമായി മാറിയതും അതിന്റെ പേരിൽ ഒരു രഥയാത്ര നടത്തുകയും VP സിംഗിന്റെ കാലത്ത് രഥയാത്രയെ തടയുകയും അങ്ങനെയൊക്കെ ആയിട്ട് രാജീവ് ഗാന്ധി പോയിട്ട് അതിനകത്ത് ആ തറക്കല്ല് ശിലാസ്ഥാപനം നടത്തുകയും എല്ലാം ചെയ്ത്, അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് 1817 ആൾക്കാർക്ക് 18 ആൾക്കാർക്ക് ആ കഥകളൊക്കെ അറിയാം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. ഇപ്പൊ എന്തിന് നമ്മുടെ ഗോദ്ര സംഭവം പോലും 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് അറിയില്ല. അറിയോ? ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ഈ സംഘപരിവാർ സംഘടനകളുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തില്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ ഒരു പേജിൽ, ഒരു താളിന്റെ ഒരു മൂലയ്ക്ക് പോലും ഇവരുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ല. ആരുടെ? ഈ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ആരുടെയും. പിന്നെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരെ പിടിക്കപ്പെട്ടപ്പോൾ മാപ്പ് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾക്കെതിരെ ശബ്ദിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവര് BJPക്കാരുടെ വിടിപണി ചെയ്യുന്ന ആളുകളായി മാറിയിട്ടുള്ള ചരിത്രമുള്ള ആളുകളാണ്. പക്ഷെ അവരുടെ ചരിത്രത്തെ മാറ്റണം. അതിന് ഇവർക്ക് എന്താണ് സംഭവം എന്നറിയോ? ഇതിൽ യഥാർത്ഥ സത്യം, ഇവർക്കെതിരെയുള്ള ചില അലിഗേഷൻസ് ഉണ്ട്. RSSനും സംഘപരിവാറിനെതിരെയുള്ള അലിഗേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ അലിഗേഷൻസ്? മഹാത്മാഗാന്ധി കൊന്നതിലുള്ളൊരു അവരുടെ പങ്ക്, അതിന്റെ പങ്ക് ഡയറക്റ്റായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഉണ്ടാവില്ല. പക്ഷെ അന്ന് നാഥറാം ഗോഡ്സെ എന്ന് പറയുന്ന ആ വ്യക്തി RSSുമായിട്ടും ഹിന്ദു മുന്നണിയുമായിട്ടും സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്ന വ്യക്തിയാണ് നാഥറാം ഗോഡ്സെ. ഇതൊക്കെ നമ്മൾ പഠിച്ച ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവർക്ക് നാഥറാം ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി മഹാനായ വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവർ തള്ളിപ്പറയായിരിക്കും. 1948 ഈ RSSനെ ഇന്ത്യയിൽ നിരോധിച്ചാണ്. 1991 RSSനെ ഇന്ത്യയിൽ നിരോധിച്ചാണ്. അതുകൊണ്ട് RSS എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പവിത്രമായിട്ടുള്ള ഒരു സംഘടനയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിരോധിത പട്ടികയിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലേറിയിട്ടുള്ള ഒരു സർക്കാർ മാത്രമാണ് ഈ മോദി സർക്കാർ എന്ന് പറയുന്നത്. അവർക്ക് ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങൾ മുഴുവൻ അതേപടി നടപ്പിലാക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ഈ BJPക്ക് ഉള്ളത്. മനസ്സിലായിട്ടുണ്ടോ? കോൺഗ്രസ് പക്ഷെ അതിനകത്ത് കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതും മഹാത്മാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. പക്ഷെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു ഈ പാർട്ടിയെ പിരിച്ചുവിടാം. പക്ഷെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അങ്ങനെ ഭരണം അവർ കൈയാണ്ട് ഏകദേശം 75 വർഷത്തോളം അവർ ഇന്ത്യ രാജ്യം ഭരിച്ചു. അതൊരു മഹത്തായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷെ BJPക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായ ഒരു പാർട്ടിയാണ്. 1982 രൂപീകൃതമാകുകയും 88 കാലഘട്ടങ്ങളിൽ ബാബരി മസ്ജിദിന്റെ പേരിൽ, രാമക്ഷേത്രത്തിന്റെ പേരിൽ ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ട്, ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വികാരമായി മാറി ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തി. ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് വളർന്നു വന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ BJP എന്ന പാർട്ടി. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ CPM എന്ന് പറയുമ്പോൾ അവർക്കൊരു തത്വമുണ്ട് പാർട്ടിക്ക്, കമ്മ്യൂണിസം. അതൊരു അടിസ്ഥാന ഒരു ആശയമാണ്. മനസ്സിലായിട്ടുണ്ട്? അതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരുപാട് പേരുടെ രക്തസാക്ഷികളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷെ BJPക്ക് എന്താ യോഗ്യതയുള്ളത്? സംഘപരിവാറിന് എന്താ യോഗ്യതയുള്ളത്? സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഷൂനക്കികളായിട്ട് രാജ്യത്ത് പ്രവർത്തിക്കുകയും ബ്രിട്ടീഷുകാർക്ക് എതിരെ സംസാരിക്കില്ല എന്ന് മാപ്പ് എഴുതി കൊടുത്തിട്ട്, ഇത് ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ പറഞ്ഞല്ല, ഇത് ചരിത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഇന്ത്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയും കൂട്ടരും, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJPയും BJP സർക്കാരിനും അവരുടെ അനുബന്ധ സംഘടനകൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ല.
മനസ്സിലായിട്ടുണ്ടോ? അവർ ഇന്ത്യൻ ദേശീയ പതാക പോലും ഈ സംഘപരിവാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം, ഏറ്റവും വലിയൊരു സത്യം. മനസ്സിലായിട്ടുണ്ടോ? അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവര് ചർച്ചകൾ വഴിതെറ്റിക്കാൻ നോക്കും. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൽബുർഗിയെയും പൻസാരെയും അതുപോലെ തന്നെ നമ്മുടെ എന്ത് ലങ്കേഷാണ് അവരിലേക്ക് വധിക്കപ്പെട്ടു അല്ലേ? എഴുത്തുകാരെ മുഴുവൻ അവർക്കെതിരെ എഴുതുന്ന, അതായത് സത്യസന്ധമായിട്ട് അവർക്കെതിരെ എഴുതുന്ന ആളുകളൊക്കെ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഗുജറാത്ത് കലാപം നടന്ന സ്ഥലത്ത് ആഭ്യന്തരമന്ത്രി പോലും, ഒരു മുൻ ആഭ്യന്തരമന്ത്രി പോലും സാക്ഷി പറയാൻ പോയിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടു. ജഡ്ജി വധിക്കപ്പെട്ടു. ലോയാവധ കേസ് അറിയില്ലേ? അങ്ങനെ ഇവർക്കെതിരെ ശബ്ദിച്ച ശബ്ദങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് വളർന്നു വന്ന ആളുകളാണ് ഈ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾ. അവർക്ക് എമ്പുരാൻ പോലുള്ള സിനിമയെ പേടി തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഗോദ്ര സംഭവം, 2000 ജനിച്ചിട്ടുള്ള, 2000 ശേഷം ജനിച്ചിട്ടുള്ള, ഇന്ന് വോട്ടവകാശം നേടിയ പുതുതലമുറയ്ക്കൊന്നും ഈ ചരിത്രം അറിയില്ല. യഥാർത്ഥത്തിൽ ഈ ചരിത്രം അറിയില്ല. അതൊരു സിനിമയുടെ രൂപത്തിൽ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് പേടി കൊള്ളുന്നതിന്റെ കാരണം, ഇവർ നിങ്ങൾ നോക്കൂ, ഈ ഒരു TV ചർച്ചയിൽ പോലും നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഘാതകനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ ചരിത്രത്തെ വളച്ചൊടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അതുപോലെ തന്നെ പിന്നെ കേന്ദ്ര സർക്കാർ പല വിഷയങ്ങളിൽ നിന്നും നാഥറാം ഗോഡ്സെയുടെ പാഠ്യഭാഗങ്ങൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഇവർക്ക് നിലനിൽപ്പില്ല. സത്യം ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഇവർക്ക് നിലനിൽപ്പില്ല. ഈ ഒരു അധസ്ഥിത വർഗമുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ അവർ എന്ത് 100,000 തെറ്റ് ചെയ്താലും അവരത് അംഗീകരിക്കില്ല. അവരുടെ അവസാനത്തെ വാക്കാണ് പാർട്ടി സെക്രട്ടറി എന്താണോ പറയുന്നത്, അത് അവരുടെ അവസാനത്തെ വാക്കാണ്. അത് സത്യമാണോ നുണയാണോ എന്ന് പോലും അവർ ചിന്തിക്കില്ല. അതുപോലെയാണ് മതവും മതവികാരവും. ഈ മതവും മതവികാരവും ഈ കുത്തിവെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോവില്ല, പെട്ടെന്ന് പോവില്ല സാധനം. ഈ പോവാത്ത ഒന്നാണ് ഈ കമ്മ്യൂണിസവും ഈ മതവർഗീയതയും. ഇത് രണ്ടും ഒരേ ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ ഒപ്പം തൂങ്ങുന്ന രണ്ട് സാധനങ്ങളാണ്. ഇവിടെയാണ് മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഇലോൺ മസ്കിന്റെ ഒരു ഇതുണ്ടല്ലോ, കമ്പ്യൂട്ടർ, എന്താ അതിന്റെ പേര് മറന്നുപോയിട്ടോ, അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന മറുപടി എക്സിന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ അത് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും. മറുപടി എന്തായിരുന്നു എന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവ് ആരാന്ന് ചോദിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധി എന്നാണ് പറഞ്ഞത്. എലോൺ മസ്കിനെ കുറിച്ച് തന്നെ ആ കമ്പ്യൂട്ടർ പറയുന്നത്, എലോൺ മസ്കിനെ കുറിച്ച് തന്നെ ആ റോബോട്ട് പറയുന്നത് എന്താ? അദ്ദേഹം ബിസിനസ്സുകാരനാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് അത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു ഇതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല നേതാവ് രാഹുൽ ഗാന്ധി, എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട്, എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. മോദി അതല്ല. മോദി മറിച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ പോലും ചിന്തിക്കാതെ മതവും വർഗീയതയും മാത്രം മുതൽ മുടക്കാക്കി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തമായി അതിനകത്ത് പറയുന്നത്. ഇപ്പൊ അതിനെ ഇന്ത്യയിൽ വിമർശനം ഉണ്ടായിക്കൊണ്ട് അതിനെക്കുറിച്ചടക്കം ഇവരെല്ലാത്തിനും എതിർക്കുകയാണ്. കാരണം സത്യം പറയുന്ന എല്ലാത്തിനും ഇവരെ എതിർക്കും. കാരണം സത്യം ഇവരുടെ കൂടെയില്ല. ഇപ്പൊ ഇന്നലെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിരുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഇരുന്ന് കുറെ കേട്ടു. അദ്ദേഹം പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. കാലം ഒന്നിനും കണക്ക് വയ്ക്കാതെ പോയിട്ടില്ല. ഈ ചെയ്യുന്നതിന് മുഴുവൻ ഒരു ദിവസം അതിന് അനുഭവിക്കും. കാരണം അത് സത്യമാണ്. ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭരണാധികാരി, ഇപ്പൊ ഞങ്ങളൊക്കെ ഗൾഫ് രാജ്യത്താണ് ജീവിക്കുന്നല്ലേ? ഈ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്നത് ഇതൊരു ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക നിയമങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ, ആണല്ലോ. പക്ഷെ ഈ നാട്ടിൽ എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, സിഖ് മതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരാളെ പോലും നീ ഏത് മതക്കാരാണെന്ന് അവർ ചോദിക്കാറില്ല. ഏത് മതക്കാരനാണെന്ന് ഇവിടെ ചോദിക്കാറില്ല. ആഹാരം കഴിക്കുന്ന സമയത്ത് അവരിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അത് ഗൾഫിലുള്ളവർക്ക് അറിയാം. ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർക്കും അറിയാം, ക്രിസ്ത്യൻ സഹോദരന്മാർക്കും അറിയാം, മുസ്ലിം സഹോദരന്മാർക്കും അറിയാം. ഒരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വേഗം പിടിച്ചിരുത്തി അടുത്തുകൊണ്ട് ഇരുത്തും. ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ വന്നിരുന്നു, കണ്ടോ? ഒരു ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോലീസുകാർ പോയിട്ട് കഴിക്കുന്ന ആളുകളെ ഒരാളെ പോലും എണീപ്പിച്ചില്ല. അവർ അവിടെ ഇരുന്ന് കഴിച്ച ശേഷം ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതാണ് അവരുടെ സംസ്കാരം. ഇവിടെ അവർക്ക് അവരുടെ മതവും അവരുടെ വിശ്വാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മതത്തെയോ മറ്റുള്ളവരുടെ വിശ്വാസത്തെയോ ഒരിക്കലും അവർ ഇതാക്കിയിട്ടില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ സൗദി അറേബ്യയൊക്കെ ഒരുപാട് മാറി. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ സ്വതന്ത്രമായി, ഒരുപാട് സ്വതന്ത്രമായി. ഇപ്പൊ എല്ലാവരും അവരവരുടെ വിശ്വാസമായി ജീവിക്കുന്നു. ആഹാരം കഴിക്കുന്നവർക്ക് കഴിക്കുക, കഴിക്കാത്തവർക്ക് കഴിക്കണ്ട, നോമ്പ് പിടിക്കുന്നവർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട് മാറുകയാണ്, പുരോഗമിക്കുകയാണ്.
അതുപോലെ തന്നെ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നോമ്പ് വേണമെങ്കിൽ പിടിക്കേണ്ട, അല്ലെങ്കിൽ നിസ്കരിക്കാൻ, അതൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആര് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്. ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ പോലും അടിച്ചു കൊല്ലുന്നൊരു കാലഘട്ടമാണ്. ജയ് ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ, ജയ് ശ്രീരാം എന്ന് പറയുന്നത് ശ്രീരാമൻ ആരാ? അദ്ദേഹം ദൈവപുത്രനാ അല്ലേ? അവതാരമാണ്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാഹകരാണ് എല്ലാവരും. അവരുടെ പേരും പറഞ്ഞിട്ട് മനുഷ്യനെ തച്ചുകൊല്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ അടിച്ചുകൊല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ എത്രമാത്രം അദ്ദേഹം വിഷമിക്കുന്നുണ്ടാവും, സങ്കടപ്പെടുന്നത്. എൻ്റെ പേരും പറഞ്ഞൊരു ജീവന്. കാരണം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടാവാണ്. എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമാണ് അല്ലേ? അത് അദ്ദേഹത്തിനും കൂടി സൃഷ്ടിയാണല്ലോ ഈ തല്ലുകൊല്ലുന്ന മനുഷ്യനും അല്ലേ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത വിവരം കെട്ട സംഖ്യകളുള്ള കാലത്തോളം ഇവർ ഇന്ത്യ രാജ്യം ഭരിക്കും. യാതൊരു സംശയം വേണ്ട. അവർക്ക് എമ്പുരാൻ പോലുള്ള സിനിമകളെ എതിർക്കേണ്ടി വരും. എതിർക്കും. കാരണം എന്താ? സത്യത്തിന്റെ മുഖം വികൃതമാണ്. അവരത് അംഗീകരിക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? അവർക്കത് വികൃതമായിട്ട് തോന്നും. അതിനെ വികൃതമാക്കാൻ ശ്രമിക്കും അവർ. അതാണ് ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സത്യത്തെ സത്യമായിട്ട് അംഗീകരിക്കും. ഈ കാഫർ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് അന്യമതക്കാർ. കാഫർ എന്ന് പറഞ്ഞാൽ അന്യമതക്കാരെയല്ല പറയുന്നത്. കാഫർ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുന്നവനാരോ അവരാണ് കാഫർ അല്ലേ? അതുപോലെ സത്യം അറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുന്നവന്മാരല്ലേ ഇവന്മാർ? ആലോചിച്ച് നോക്കൂ. ഒരു സിനിമയിൽ അതായത് ഞാൻ അതാ പറഞ്ഞത്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് മുൻകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സിനിമകൾ ഭരിക്കുന്നവരെയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അങ്ങനെയുള്ള എല്ലാവരെയും വിമർശിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടും ആരും സിനിമാ തിയേറ്റർ തല്ലിപ്പൊളിക്കാൻ പോയിട്ടില്ല, കത്തിക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്യാൻ പ്രതിഷേധിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇനി അടുത്ത കാലഘട്ടത്തിൽ ഈ പത്താൻ പോലുള്ള സിനിമകൾ വന്നപ്പോൾ നായിക അടിയിലിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ നിറം കാവ്യായി പോയി എന്നും പറഞ്ഞിട്ട് ആ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് 1000 കോടി ക്ലബിലെത്തിച്ച വിഡ്ഢികളായിട്ടുള്ള ആളുകളല്ലേ ഇവര് അല്ലേ? വിവാദങ്ങൾ എന്നും ആൾക്കാർക്ക്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയോ? സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവിന് മാത്രമേ കൂടുതൽ ലൈക്കും കമന്റ് കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ. ഒരു സ്ത്രീ വന്ന് ഉടുതുണിയില്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കമന്റ് ഉണ്ടാവും. ഒരു സ്ത്രീ നല്ല രീതിയിൽ സാരിയൊക്കെ ചുറ്റി വളരെ അടങ്ങി ഒതുങ്ങി ഒരു വീഡിയോ ചെയ്യണതിന് ആൾക്കാർ കാണാനുണ്ടാവില്ല. ഇവിടെ നെഗറ്റീവ് കാണാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ എമ്പുരാൻ പോലുള്ള സിനിമകളിൽ അതിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിലിപ്പോൾ ഞാൻ ഇന്നലെ കുറേ ചർച്ചകൾ കേട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നായകനും അതുപോലെ നായകന്റെ കൂടെയുള്ള ആളുകളൊക്കെ തീവ്രവാദ സംഘടനകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതായിട്ടും അതുപോലുള്ള കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവുമായി ഇടകലത്തിക്കൊണ്ടുള്ള സിനിമ അതിലൊരു സിനിമയായിട്ട് കാണുന്നതിന് പകരം അതിനെ ജാതി മത സ്പർദ്ധ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു 3 സ്ത്രീകൾ ചില മുസ്ലിം തീവ്രവാദികളുടെ വലയിൽപ്പെട്ടിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു ഏത് മതത്തിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലും അവരുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അവരെയൊക്കെ പോറ്റി വളർത്തുന്ന അവരുടെ വേദന മനസ്സിലാക്കിയവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതിനൊന്നും മുസ്ലിങ്ങൾ പോലും അംഗീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളം പോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിലെ ജാതി മത ചിന്തകൾക്ക് അതീതമായി മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമുള്ളൊരു ജനതയാണ്. ഇവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നെങ്കിൽ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഇരുന്ന് നമ്മൾ കാണുന്നില്ല. ഉള്ളിലുണ്ടാവും വർഗീയതയുള്ള ആൾക്കാർ. ആരല്ലാത്ത ഉണ്ടാവുമായിരിക്കും. 100 എണ്ണത്തിൽ 10 എണ്ണം നല്ലതായിരിക്കും, അല്ല മോശമായിരിക്കും. ബാക്കി 90 പേര് നല്ലതുണ്ട്. നമ്മൾ ഈ പോസിറ്റീവിന് മാത്രം ഒരു ബാറ്ററിന്റെ 2 ടെർമിനൽ പോലെയാണ്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉള്ളൂ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ 100 പേരിൽ ഒരു 10 പേര് മോശക്കാരാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള 90 പേരെ മോശക്കാരാണെന്ന് പറയുന്നതിലുള്ള ഒരു മാനസിക വിഭ്രാന്തിയാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ചാവ എന്നുള്ള പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഔറംഗസീബ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ മുഗൾ രാജാവായിട്ടുള്ള ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണം, അദ്ദേഹം ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ വ്യക്തി. ഇത് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. അതിന്റെ പേരിൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവൻ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് കലാപങ്ങൾ ഉണ്ടാക്കുന്നു പറയുമ്പോൾ എത്രമാത്രം അതപ്പതിച്ച ഒരു വിഭാഗമാണ്, വിവരമില്ലാത്ത വിഭാഗമാണ് ഇവരുടെ കൂടെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. 400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസീബ്, ആ ചങ്ങാതി ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ പൊളിച്ചു, ഇവിടുത്തെ പള്ളികളൊക്കെ പൊളിച്ചു, ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ പൊളിച്ചു, ഇവിടെ
ഹിന്ദുക്കളെ കൊന്നൊടുക്കി എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശവകല്ലറ പൊളിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം സംഘപരിവാർ സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രശ്നം നാഗ്പൂരിൽ നിന്ന് കത്തുകയാണെന്ന് അല്ലേ, എന്നാലോചിച്ച് നോക്ക്. പക്ഷെ അവിടെ ഭരിക്കുന്ന ഭട്നാവിസ് സർക്കാരിനറിയാം അത് പൊളിക്കാൻ കഴിയില്ല, സംരക്ഷിത മേഖലയാണത്. സർക്കാർ തന്നെ സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥലമാണത്, അത് പൊളിക്കാൻ കഴിയില്ല. അപ്പൊ ഇതിനകത്തുള്ള പൊളിറ്റിക്സ് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ജീവനുകളെ ത്യജിച്ചിട്ടാണെങ്കിലും വികാരം ആളി കത്തിച്ച് ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കണം ഇവരിപ്പോ 10-15 കൊല്ലമായിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരില്ലേ, അവർ മുസ്ലിങ്ങളെ വല്ലതും ചെയ്തോടെ? മോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ഈ സർക്കാർ മുസ്ലിങ്ങളെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യില്ല. കാരണം അവരുടെ പ്രജകളാണ് ഈ പറഞ്ഞ മുസ്ലിങ്ങളും, അവരുടെ പ്രജകളാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഇവരുടെ സംഘടനകൾക്കും നിലനിൽപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം വികാരം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം. അതായത് ബുദ്ധിയുള്ള, അതായത് നല്ല ഹൈന്ദവരായിട്ടുള്ള ആളുകളൊന്നും ഇതിനെ മെയിൻറ്റെയിൻ ഇല്ല. കാരണം വർഗീയപരമായി ചിന്തിക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ അടിമകളായി നടക്കുന്ന ആൾക്കാർ ഇതിങ്ങനെ തലയിൽ കയറ്റിയിട്ട് കണ്ടില്ലേ, ബാബു ബജ്രംഗി പറഞ്ഞത് കണ്ടില്ലേ, ഞാൻ പുറത്തിറങ്ങി എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാനൊരു 50,000 പേര് അല്ലെങ്കിൽ 50,000 മുസ്ലിങ്ങളെങ്കിലും ഞാൻ കൊല്ലുമെന്ന് അദ്ദേഹം തെഹൽക്കിക്ക് രഹസ്യമായിട്ട് കൊടുത്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലുള്ള വികാരം, മതവികാരം മനസ്സിൽ കയറി വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ടാവാം. അതുകൊണ്ട് ഹിന്ദു സമൂഹം മൊത്തം മോശമാണോ? ഹിന്ദു സമൂഹം എന്താണ്, ഹിന്ദുത്വ സംസ്കാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ലോകത്തൊരു സ്ഥലത്തുമില്ല ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ളൊരു മതമാണ് ഹിന്ദുമതം. ലോകത്തുള്ളവരെ മുഴുവൻ കൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് ഇരിക്കാനും കിടക്കാനും കച്ചവടം ചെയ്യാനും സ്ഥലം കൊടുത്ത ഒരു മഹത്തായിട്ടുള്ള ഒരു സംസ്കാരമുള്ള ഒരു മതമല്ല, ഒരു സംസ്കാരമാണത് ഹിന്ദുത്വ. മനസ്സിലായിട്ടുണ്ടോ? അത് മനസ്സിലാക്കാതെ ഞങ്ങൾ ഹിന്ദുവിന്റെ സംരക്ഷകരാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഹിന്ദുത്വയുടെ പേര് തന്നെ കളയാൻ വേണ്ടി നടക്കുന്ന ചില സംഘപരിവാർ സംഘടനകളാണ് നമ്മുടെ നാടിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയെ കാണുന്നതിന് പകരം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സിനിമയിൽ അഭിനയിച്ചത് മോഹൻലാൽ ഹിന്ദു അല്ലേ, നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ ഹിന്ദു, ഡയറക്ടർ ഹിന്ദു, എല്ലാവരും ഹിന്ദുക്കൾ. അത് അഭിനയിച്ച സിനിമകൾ മുഴുവൻ, അതിലെ അണിയറ പ്രവർത്തകർ മുഴുവൻ ഹിന്ദുക്കളാണ്. എന്നിട്ടും അവരെ പോലും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഭരണത്തിൽ കീഴിൽ ഹിന്ദുക്കൾ പോലും അസ്വസ്ഥരാണെന്നുള്ളതല്ല അതിന്റെ ഒരു സത്യം. എന്തിനാണ് ഈ വിഭാഗങ്ങൾ രണ്ടായി തിരിക്കുന്നത്? ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു വിത്ത് ഇവർ പടവൃക്ഷമായി വളർത്തിയെടുത്തിരിക്കുകയല്ലേ ചെയ്യുന്നത്, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് അല്ലേ? സ്വന്തം പ്രജകളല്ലേ ഇവരെല്ലാം? എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ? ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കേണ്ട ആളുകളല്ലേ ഇവരും? ഹിന്ദു ആണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കേണ്ട ആളുകളല്ലേ? ഒരു ഭരണാധികാരി നല്ലൊരു മനുഷ്യനാണെങ്കിൽ, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവരെ തന്നെയാണ് വീണ്ടും ഭരിക്കണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുള്ളൂ അല്ലേ? ഇപ്പൊ നേപ്പാള് ഹിന്ദു രാഷ്ട്രമായിരുന്നു. അവിടെ ജ്ഞാനേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു മഹാരാജാവാണ് നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭരണത്തെ ജനപ്രക്ഷോഭത്തോടെ ഇല്ലാതാക്കി അവിടെ മാവോയിസ്റ്റുകൾ അധികാരത്തിൽ കയറി. അതിനൊരു ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കുകയും അതിനെ ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഞങ്ങളുടെ നാട് രാജാവ് തന്നെ ഭരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ കാരണം, ഒരു ഭരണാധികാരി നല്ലതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയല്ല അവർ ഉൾക്കൊള്ളുക, അവരുടെ ഭരണരീതിയെ മാത്രമാണ് ഉൾക്കൊള്ളുക. ജനങ്ങൾ സംതൃപ്തിയുണ്ടോ, ജനങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കുന്നുണ്ടോ, സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇന്ന് സൃഷ്ടിച്ചെടുക്കുന്നുണ്ടോ, അതൊരു ഭരണാധികാരി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയ മഹാനായിരിക്കും. അദ്ദേഹത്തിന് അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. മനസ്സിലായിട്ടുണ്ടോ? ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അപ്പം ഇന്നലെ ഞാൻ ഖത്തർ ബോർഡറിലേക്ക് പോയി. ഒരു വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയും കൊണ്ട് ഞാൻ ഖത്തർ ബോർഡറിലേക്ക് പോയി. ഞാൻ ചെറിയ അറിയാൻ ഭാഗത്ത് പറയുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയമല്ല പറഞ്ഞത് കേട്ടോ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തെയും ഉൾക്കൊണ്ട് സമാധാനത്തിനും സന്തോഷത്തിനും വക്താക്കളാണെന്ന് പറയുന്നത് അല്ലേ? ഞാൻ കൊണ്ടുപോയത് ഒരു ശ്രീലങ്കക്കാരന്റെ വണ്ടിയാണ്, ഒരു മുസ്ലിമാണ്, ശ്രീലങ്കക്കാരനാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് പൊളിറ്റിക്സ് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറയണം, അവിടെ ആര് ഭരിച്ചിട്ടും കാര്യം, അവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. പക്ഷേ സിംഗിളരും മുസ്ലിമുമായിട്ട് അവിടെ ഭയങ്കര പ്രശ്നം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഉള്ളേരികളിൽ പുറത്തേക്ക് അങ്ങനെ അറിയുന്നില്ലെന്ന് മാത്രം. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ വാ തോരാതെ പറയുന്നുണ്ട്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റിന്റെ അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല, എല്ലാവരും സ്നേഹത്തോടെ. പക്ഷേ എല്ലാവരുടെ ഉള്ളിലുണ്ട് വർഗീയത. ഈ പറഞ്ഞ സാധനം എല്ലാവരുടെ ഉള്ളിലുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. മനസ്സിലായിട്ടുണ്ടോ? ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സമാധാനം കൊടുക്കുന്ന ഒരു ഭരണാധികാരിക്ക് അദ്ദേഹം മരിക്കുന്നവരെ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പോലും ആ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കും. കാരണം എന്താ? അതൊരു ഭരണാധികാരിയായിരിക്കണം. ഇപ്പം മോദിജി ഇന്ത്യ രാജ്യം ഭരിക്കുകയാണെങ്കിൽ
ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സന്തോഷം, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനനും പാഴ്സിയും ബുദ്ധമതക്കാരനും സിഖ് മതക്കാരനും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന അദ്ദേഹം മരിക്കുന്നവർ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടെ ആർക്കും അവിടെ തടസ്സം? ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം, അടിസ്ഥാന വിഷയങ്ങൾ ജനങ്ങൾക്ക് വേണം. റേഷൻ വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, പാർപ്പിടങ്ങൾ വേണം, പുറത്തു പോകാൻ കക്കൂസ് വേണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആശയം ഹിന്ദുത്വയോ എന്തോ ആയിക്കോട്ടെ. ഇപ്പം നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നത് നമ്മളൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്. അതിലെന്താ സംശയം? നമ്മളെവിടെയൊക്കെ ഹിന്ദി എന്നാണ് വിളിക്കുന്നത്. നീ മുസ്ലിമാണോ, നീ ക്രിസ്ത്യാനോ, ഹിന്ദി ഹിന്ദി അഭിമാനമാണ് ഹിന്ദി എന്ന് പറയുമ്പോൾ. മറ്റുള്ള രാജ്യക്കാരിൽ നിന്നും കിട്ടുന്ന ഏറ്റവും നല്ല വിലയും നിലയും കിട്ടുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിപ്പോൾ മോദി വന്നിട്ടുണ്ടാക്കിയൊന്നുമല്ല കേട്ടോ. അതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇന്ത്യക്കാർക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നല്ലൊരു വിലയും നൽകിയിട്ട്, കാരണം അത് മുൻ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഇതാണ്, ആ ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ഇതാണ് അതുകൊണ്ടുണ്ടായതാണ്. പക്ഷെ മോദി വന്നപ്പോൾ അത് കുറച്ചും കൂടി ശക്തമായെന്നുള്ളത് സത്യം തന്നെയാണ്. അത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കണം. ഞാൻ പറയണത്, ഒരു സിനിമയുടെ പേരിൽ നിങ്ങൾ മതത്തെയും ജാതിയെയും വേർതിരിക്കണ്ട. നമുക്ക് സമാധാനം, നമുക്ക് എന്തിനാ തമ്മിൽ തല്ല് കൂടുന്നത്? നമ്മളൊക്കെ ഒരേ രാജ്യക്കാരല്ലേ? ഒരു അന്യ രാജ്യം നമ്മളെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചു നിൽക്കേണ്ട ആളുകളല്ലേ നമ്മൾ, അല്ലേ? ഒരു അന്യ രാജ്യം, നമ്മുടെ തൊട്ട അയൽ രാജ്യങ്ങൾ, ഏതെങ്കിലും ഒരു ശത്രു രാജ്യം നമ്മളെ ആക്രമിച്ചാൽ നമ്മളൊക്കെ ജീവൻ മറന്ന് മെയ്യ ഒന്നായി നമ്മൾ നിൽക്കേണ്ട ആളുകളല്ലേ, അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ നമ്മൾക്ക്. അവിടെ എന്തിനാണ് നമുക്ക് വർഗീയത, ജാതീയത, മതപരമായിട്ടുള്ള വേർതിരിവ്? മുസ്ലിമിന്റെ വിശ്വാസത്തിൽ അവന്റെ വിശ്വാസത്തിൽ അവൻ ജീവിച്ചോട്ടെ, ഹിന്ദുവിന്റെ വിശ്വാസത്തിൽ ജീവിക്കുക. ഇവിടെ ദൈവങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. ദൈവങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ദൈവത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യനിലെ വെട്ടിച്ചാവുന്നത്. സാമാന്യ ബോധ്യമുള്ളവർക്ക് പ്രാർത്ഥന, ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനാലയങ്ങൾ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തിനുണ്ടാക്കി വെച്ചിരിക്കുന്നത്? നമ്മളത് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ നമ്മളൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഒരുത്തിന് വെട്ടിക്കൊല്ലുന്നവൻ അവൻ മതവിശ്വാസിയാണോ? അല്ല, വിശ്വാസിയല്ല അവൻ. അവൻ യഥാർത്ഥത്തിൽ അവൻ വിശ്വാസിയല്ല. ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ സത്യത്തിൽ നല്ല വിശ്വാസികളുണ്ടല്ലോ, അവരുടെ മനസ്സിലൊന്നും വർഗീയതയില്ല കേട്ടോ. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരാണെങ്കിലും നല്ല വിശ്വാസികളുടെ മനസ്സിൽ വർഗീയതയില്ല. ഞാൻ വിശ്വാസിയാണെന്നും പറഞ്ഞ് മേനി ചമഞ്ഞ് നടക്കുന്ന, ഞാൻ വിശ്വാസത്തിന്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ട്. അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവരെയാണ് നമ്മുടെ നാടിന്റെ ശാപം. അവർ നമ്മുടെ നാടിനെ കത്തിക്കും. അവരാണ് നമ്മുടെ നാടിന്റെ ശാപം. അതായത് ഞാൻ വിശ്വാസത്തിന്റെ സംരക്ഷകനാണ്. ഇപ്പൊ ടി വി ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന കണ്ടിട്ടില്ലേ, ഹിന്ദുവിനെ തൊട്ടാൽ, മുസ്ലിമാനെ തൊട്ടാൽ, ക്രിസ്ത്യാനിനെ തൊട്ടാൽ എന്ന് പറയില്ലേ? അവരെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അവർക്ക് നാട് കത്തിക്കാൻ നടക്കുന്നവരാ. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസി, ഇപ്പൊ ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള വിശ്വാസികൾ, ഞങ്ങൾ ഹിന്ദുക്കളെ സംരക്ഷിക്കും പറഞ്ഞ് നടക്കുന്ന ആളാണ്. അതിനൊരു അടിസ്ഥാനമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഹിന്ദുവിന്റെ സംരക്ഷകനാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവിന്റെ വക്താവാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും എല്ലാ മതത്തെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അത് വിശ്വാസിയാണ്. അല്ലാതെ അരമുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്ന പോലെ ഞാൻ വിശ്വാസികളുടെ സംരക്ഷകനാണെന്ന് മേനി ചമഞ്ഞ് നടന്നു വന്നിരുന്ന ചർച്ചയ്ക്ക് ഇപ്പോ നമ്മുടെ കരിമ്പങ്കാലയുണ്ടല്ലോ, ഒരു കരിമ്പങ്കാലയുണ്ട്, ഒരു PC ജോർജ് ഉണ്ട്, ഒരു ശശികല ടീച്ചറുണ്ട്, ഒരു മറ്റേ മുജാഹിദ് ബാലുശ്ശേരി ഉണ്ട്, ഒരു MM അക്ബർ ഉണ്ട്, അതുപോലെ കാന്തപുരം മുസ്താദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവരൊക്കെ മതത്തിന്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ, അല്ലേ? അവര് ഈ സമൂഹത്തിന് എന്ത് സാമൂഹ്യ നന്മ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഡിബേറ്റ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒരു കാലഘട്ടത്ത് നബിയുടെ മുടിയാണ്, ഇത് കത്തിച്ചാൽ കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലുടനീളം പൈസ പിരിച്ചു നടന്നൊരു വക്താവാണ് ഈ കാന്തപുരം ഉസ്താദ്, അല്ലേ? ഇപ്പൊ ശശികല ടീച്ചർ മിണ്ടിയ വർഗീയത പറയുകയും വർഗീയതയിലൂടെ സ്വയം നശിക്കുകയും ചെയ്ത ഒരു സംഭവമാണത്. അതിനാരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. BJPക്കാർ RSSകാർ പോലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് അതേപോലെ നടന്നിട്ട് നായ ഓളിയിടും പോലെ ഓളിയിടുന്നല്ലാതെ അതിന്റെ വാക്കുകൾ ആരും കേൾക്കുന്ന പോലുമില്ല. എന്തുകൊണ്ടാണ്? ഒരു വാക്ക് പോലും ഇന്ന് വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പറഞ്ഞ വാക്കുകളില്ല. അതേപോലെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ആള് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന വ്യക്തിയാണ്. എന്നാൽ അമ്പലങ്ങളിൽ കയറി മുഴുവൻ പ്രസംഗിക്കും അദ്ദേഹം. എന്നാൽ രഹസ്യമായിട്ട് അവരുടെ ഗ്രൂപ്പുകളിലും അവരുടെ ആളുകളുടെ പറയും, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ മുഖത്ത് നോക്കി ചിരിക്കരുത്, ഹിന്ദുക്കളുടെ ഉത്സവത്തിൽ പങ്കെടുക്കരുത്, സംഗീതം കേൾക്കരുത്, ദാസേട്ട പാട്ട് പാടിയിട്ട് ലോകത്ത് എത്ര ആൾ നന്നായിട്ടുണ്ടെന്ന് ചോദിക്കുന്ന ആളുകളാണ്. അതുപോലെ ക്രിസ്ത്യാനികളിൽ ഈ പാലാ ബിഷപ്പിനെ പോലുള്ള ആളുകളുണ്ട്. ദൈവത്തിന്റെ സന്ദേശകരാണ് അവര്, അല്ലേ? സമൂഹം
ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു സമൂഹത്തിന്റെ കെട്ടിയുറപ്പിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പള്ളിയിലച്ചന്മാര്, ബിഷപ്പുമാര്, മുസ്ലിയാക്കന്മാര്, മതപണ്ഡിതന്മാര്, ഹിന്ദുക്കളുടെ പൂജാരികളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അല്ലെ. അവരവരുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അവരവരുടെ സന്ദേശം സമാധാനത്തിന്റെ വാഹകരായിരിക്കണം. പക്ഷെ അവര് സ്പർദ്ധ വളർത്തുന്ന ആളുകളായി മാറുകയാണ്. ഞാനാണ് ഈ മതത്തിന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുകയും അതിലൂടെ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുകയും സാമൂഹിക സ്പർദ്ധ വളർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ, അവരൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇവിടെ സാധാരണപ്പെട്ടവന്റെ മനസ്സിലൊന്നും വർഗീയതയൊന്നുമില്ല. അവർക്കൊക്കെ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എമ്പുരാൻ പോലുള്ള സിനിമകളെ ഇനിയെങ്കിലും ഒഴിവാക്കുക. അതതിന്റെ വഴിക്ക് പോട്ടെ. ബിസിനസ്സാണത്. ഒരു കലാസൃഷ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർ എത്ര പേരുടെ രക്തവും വേർപ്പും അതിനകത്ത് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്നിനെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് കഴിയും. നമുക്ക് എന്തിനാ അതിന് നിൽക്കണം? നമ്മൾ അതിനൊരു കലാരൂപത്തിൽ കണ്ടുകൂടെ? അതിനകത്ത് സത്യങ്ങളുണ്ടെങ്കിൽ അസത്യങ്ങളാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം കാണിച്ചാൽ പോലെ. സത്യങ്ങളാണെങ്കിൽ സത്യങ്ങൾ അംഗീകരിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ അതിന് നേരെ മുഖം തിരിക്കുകയല്ല വേണ്ടത്. അതിനെ എതിർക്കുകയല്ല വേണ്ടത്. അതിനെ നശിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരള സമൂഹം മാറുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു സിനിമാ നടൻ, മഹാനടൻ മരിച്ചപ്പോൾ ഒരു നഗരത്തെ തന്നെ കത്തിച്ച കുറെ ആളുകളുണ്ട് ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ. എത്ര വിവരമില്ലായ്മ എന്നുള്ള ആലോചിച്ച് നോക്കുക. അദ്ദേഹം വയസ്സായി മരിച്ചുപോയതിന് ഒരു നഗരത്തെ കത്തിക്കുക എന്നാലോചിക്കുക. അതുപോലുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ട് വരരുത്. ദയവേത് കേരളത്തേക്ക് കടത്തിക്കൊണ്ട് വരരുത്. കേരളം ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും മതസൗഹാർദ്ദം കൊണ്ടും മാനവികത കൊണ്ടും എല്ലാ അനാചാരങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മനസ്സിലായിട്ടുണ്ടോ? ആ കേരളത്തിന്റെ ആ മഹാ മനസ്കതയെ തച്ചൊടിക്കുന്ന രീതിയിൽ ആര് കടന്നു വന്നാലും അതിനെ ഒന്നായി നിന്നിട്ട് മെയ് മറന്ന് ജാതി മതഭേദമന്യേ എല്ലാവരും എതിർക്കേണ്ട ഒന്നാണ്. ഇത് എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമാണ്. ഇതൊരു കടത്തിക്കൊണ്ടുവരവാണ്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടന്നിട്ടുള്ള ഇതെല്ലാം ഒരു കടത്തിക്കൊണ്ടുവരവാണ്. അതിനെ അനുവദിച്ചു കൊടുത്തുകൂടാ. ഇവിടെ എല്ലാ മതക്കാർക്കും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കണം. ആരോ ഭരിച്ചോട്ടെ നാട്. പിണറായി വിജയൻ തന്നെ 100 വർഷം ഭരിച്ചാലും ഇവിടെ ആർക്കും വിരോധമില്ല. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചാലും അല്ല കോൺഗ്രസ് ഭരിച്ചാലും ഇവിടെ ആർക്കും വിരോധമില്ല. BJP ഭരിച്ചാലും ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്. സമാധാനത്തോടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്നവരാരോ അവർക്കൊപ്പം നമുക്ക് അണിചേരാം. അതിൽ രാഷ്ട്രീയം നോക്കണ്ട, മതം നോക്കണ്ട, ജാതി നോക്കണ്ട. നല്ലൊരു നാളേക്കായി ഇന്നെങ്കിലും നമുക്ക് ഇനി പ്രവർത്തിക്കാൻ തുടങ്ങാം. ഇതുപോലുള്ള ഇപ്പോൾ മയക്കുമരുന്നിന്റെ വിഷയം വന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായില്ലേ? കുറച്ച് ഭരണപ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്ലുവാരും ചേറുവാരിയൊക്കെ എറിഞ്ഞെങ്കിലും പക്ഷെ കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായില്ലേ? അതുപോലെ ഈ വർഗീയത കടത്തിക്കൊണ്ടുവരുന്ന ഹിഡൻ അജണ്ടകൾക്കെതിരെ നമുക്ക് ജാതി മതഭേദമന്യേ മെയ് മറന്ന് ഒന്നായില്ലെങ്കിൽ നമ്മുടെ കേരളം ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.